നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് നേരത്തെയും ഇതേ കാഴ്ചപ്പാടുകൾ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് എന്നോട് തന്നെയുള്ള പകയും വാശിയും അതുമൂലം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അത് മനസ്സിലാവണമെങ്കിലേ ഉള്ളൊരുക്കി ജീവിക്കുന്ന എന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം. എന്തിനു നിന്റെ ഉള്ളുരുകണം? ഒരിക്കലെങ്കിലും ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ നിന്നെ ഞാൻ നോവിച്ചിട്ടുണ്ടോ? നിന്റെ ഭാഗത്തുനിന്നും എനിക്ക് എന്തെങ്കിലും വേദന ഉണ്ടായിന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയാമായിരുന്നു നിന്റെ മനസ്സ്. എന്തറിഞ്ഞു എന്നാ ഇപ്പോഴും കഥയറിയാതെ ആട്ടം കാണുക നിങ്ങള്? ഈ മുഖത്ത് നോക്കാനുള്ള ധൈര്യമോ അർഹതയോ എനിക്കില്ല. ഒരു നിമിഷമെങ്കിലും ഈ മുഖത്ത് നോക്കി നിന്നാ എന്റെ തല കുനിഞ്ഞു പോവും. എന്തിന്? എന്തുകൊണ്ട്? കുറ്റബോധം കൊണ്ട്. ഒരു കുറ്റബോധവും വേണ്ട അക്ഷര. ജീവിതത്തിലെ ഓരോ ദിവസവും പുതിയതാണ്. അതിൽ നമ്മൾ എന്തെഴുതി ചേർക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഞാനൊരാഗ്രഹം ചോദിച്ചാ സാധിച്ചു തരൂ? എന്ത് കാര്യം? സാധിച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായും സാധിച്ചു തന്നിരിക്കും. വേണമെന്ന് വെച്ചാ സാധിച്ചു തരാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നെ കളിയാക്കുകയും ചിരിക്കുകയും ഒന്നും ചെയ്യരുത്. പറ്റത്തില്ല എന്നും പറയരുത്. ശരിടാ, ഇത് കൊള്ളാവല്ലോ. കാര്യം പറഞ്ഞാലല്ലേ തീരുമാനം എടുക്കാൻ കഴിയൂ. അല്ലാതെ തീരുമാനം എടുത്തിട്ട് കാര്യം കേൾക്കാൻ പറ്റുമോ? അത് ഈ കാര്യത്തില് അങ്ങനെ തന്നെ മതി. ഞാൻ പറയുന്നത് എന്താണെങ്കിലും അത് സാധിച്ചു തരാന്ന് എനിക്ക് വാക്ക് തരില്ലേ? എന്റെ കൈ തൊട്ട് സത്യം ചെയ്യും. ഇത് വലിയ പുലിവാലായാലോ? ശരി, സമ്മതിച്ചു. ഇനി പറ, എന്താ കാര്യം? അത് പിന്നെ പറയുന്നേ. എന്റെ കഴുത്തില് ഒരു തവണ കൂടി താലി കെട്ടു. ഇനിയും താലി കെട്ടണമെന്നോ? ഒന്ന് കെട്ടിയതല്ലേ? അതെ, എന്നാലും എന്റെ ഒരു ആഗ്രഹം. അതെന്താ? നിന്ന നിപ്പിൽ രണ്ടാം കല്യാണത്തിനൊരു പൂതി. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. കൊള്ളാവുന്നൊരു ചെക്കനെ കണ്ടുപിടിച്ച് അവനെ കൊണ്ടങ്ങ് കെട്ടിക്കാം. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അത് സാധിച്ചു തരുമെന്ന് വാക്കും തന്നിട്ട് ഇപ്പൊ കളിയാക്കണോ? എന്തിനാ അക്ഷരേ ഒരിക്കൽ കെട്ടിയ താലി അഴിച്ചെടുത്ത് വീണ്ടും അതേ കഴുത്തിൽ കെട്ടുന്നത്? എങ്കിൽ ഞാനൊരു സുന്ദരി പെണ്ണിനെ കണ്ടുപിടിച്ചേരാം. അവളുടെ കഴുത്തിൽ കൊണ്ടുപോയി കെട്ട്. ഇങ്ങനെ പിണങ്ങാതെ. എന്താ ഈ ആഗ്രഹത്തിന് പിന്നിലെന്ന് പറയേ? അന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പില് താലിക്ക് തല കുനിച്ചു നിന്നപ്പോ ജീവിതം നശിച്ചു പോട്ടെ എന്ന വാശിയായിരുന്നു മനസ്സിൽ. എന്റെ ജീവിതത്തിലേക്ക് വരുന്ന ആളിന് ഒരിക്കലും സന്തോഷവും സമാധാനവും കിട്ടരുതെന്നുള്ള വാശി. എല്ലാവരോടും എല്ലാത്തിനോടും ഉള്ള പക. അതൊരു പക്ഷേ എന്റെ തെറ്റുകളെ കുറിച്ച് ഓർത്തുള്ള കുറ്റബോധം കൊണ്ടാവാം. ഇന്ന് ഞാൻ ആഗ്രഹിക്കുക നമ്മൾ ഒരുമിച്ചുള്ള നല്ല ജീവിതം. അതിനു മുൻപ് തെളിഞ്ഞ മനസ്സോടെ കൈ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടെ എനിക്ക് നിൽക്കണം, നിങ്ങളുടെ താലിക്ക് വേണ്ടി. എങ്കിൽ ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കി താലിയിട്ട് നടത്താം. പോരെ? ഇനി ക്ഷണക്കത്തും കല്യാണപ്പന്തലും മുല്ലപ്പൂ മണ്ഡപവും ഒക്കെ വേണോന്ന് പറയൂ?
അതും ആലോചിക്കാവുന്നതാണ്. എന്നാ താനിവിടെ കല്യാണ പന്തലും മുല്ലപ്പൂ മണ്ഡപവും ഒക്കെ സ്വപ്നം കണ്ടിരുന്നു. ഞാനിപ്പോ വരാം. ജയശങ്കർ സാറാണല്ലോ. ഇതെന്ത് പറ്റിയോ? ഹലോ, എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് സ്വാമിയെ വിളിക്കാൻ നേരവും കാലവും ഒക്കെ നോക്കണം. അതല്ല സാറേ, കോള് വന്നപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ഒന്നുമില്ല സ്വാമി. മനസ്സുനൊന്ത് സ്വാമി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ എനിക്കത് പറ്റുമോ? സാറിൻ്റെ ഒരു കാര്യം, ഞാൻ അപ്പോഴേ അത് വിട്ടു. അത് വെറുതെ സ്വാമി എന്നോട് കള്ളം പറയാനും തുടങ്ങിയോ? അല്ല സാറേ, നിരഞ്ജൻ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്ന് എനിക്കറിയാം. സ്വാമി അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഇല്ല സാറേ, നിരഞ്ജൻ സാറിനെ എനിക്ക് അറിയാവുന്നതല്ലേ. സാറ് അന്നേരത്തൊരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടതാ. ആവേശവും എടുത്തിയാട്ടമാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. സാർ ഇതൊന്നും പ്രശ്നമാക്കണ്ട. നമുക്ക് പതിയെ നിരഞ്ജൻ സാറിനെ പറഞ്ഞ് മനസ്സിലാക്കാം. പറഞ്ഞാലും മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല സ്വാമി. ഇതേ ചൊല്ലി ഞങ്ങൾ തമ്മിൽ കുറച്ചു മുമ്പ് സംസാരമുണ്ടായി. അത് വേണ്ടായിരുന്നു സാറേ. പിന്നെ കണ്ട ജയിൽ പുള്ളികളോടൊക്കെ കൂട്ടുകൂടി നിരഞ്ജൻ ആ വഴിക്ക് പോട്ടെ എന്ന് വെച്ച് ഞാൻ നോക്കി നിൽക്കണോ? അതല്ല സാറേ ഞാൻ പറഞ്ഞത്. എടുത്തു ചാടി സാറൊന്നും പറയാൻ നിൽക്കണ്ട. നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. ആ, ഞാനെല്ലാം സ്വാമിയെ അങ്ങോട്ട് ഏൽപ്പിക്കുക. വേണ്ടതുപോലെ സ്വാമി അങ്ങ് ചെയ്താൽ മതി. ഞാൻ ഏറ്റു സാറേ. സാറ് ധൈര്യമായിട്ടിരിക്കേ. ശരി സ്വാമി, ഞാൻ വിളിക്കാം. ശരി സാർ.